3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് യോഗം നീണ്ടുപോകാൻ കാരണം. AKG സെന്ററിൽ വൈകിട്ട് 4 മണിക്കാണ് യോഗം. സർക്കാരിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. അതേസമയം ഉപനേതൃ പദവി വേണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കും. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃ പദവി CPIക്ക് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് CPIM. മുന്നണി യോഗത്തിൽ പങ്കെടുക്കുമെങ്കിലും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നാണ് CPIയുടെ തീരുമാനം. റഹീസ് റഷീദ് ചേരുന്ന വിവരങ്ങളും. റഹീസ്, ഗുഡ് മോർണിംഗ്. പുതുവർഷ ദിന ആശംസകൾ നേരുകയാണ്. ആദ്യം തന്നെ ഇന്നിപ്പോൾ യോഗം ചേരുമ്പോൾ ഇന്ന് തീരുമാനമാകുമോ പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്ന കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് ശ്രുതി, ആര്യ. ഇതിനകത്ത് ഇന്നത്തെ LDF യോഗത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഏതാണ്ട് 100 ദിവസത്തിനു ശേഷമാണ് LDF യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും എന്തുകൊണ്ട് തോറ്റുവെന്ന് LDF ഇതുവരെ പരിശോധിച്ചിട്ടില്ല. അതിനിടെയാണ് ഇന്നത്തെ യോഗം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നിരന്തരം ആവശ്യപ്പെടുകയാണ് CPI. അത് നൽകാനാവില്ല എന്ന നിലപാട് CPIM എടുക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് യോഗം നീണ്ടുപോയത്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച വിഷയം, ആ തർക്കം LDF യോഗത്തിന് മുന്നിലേക്ക് വെക്കുമോ? അങ്ങനെ വെച്ചാൽ LDFിലെ മറ്റു കക്ഷികൾ എന്ത് നിലപാടെടുക്കും? ഇനി അതല്ല, ചർച്ച LDF യോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി CPM-ഉം CPIM-ഉം തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തി ആ വിഷയം LDFിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന ധാരണയിലെത്തുമോ എന്ന കാര്യങ്ങളെല്ലാം അറിയണം. CPIM-ന് ഇന്നത്തെ LDF യോഗത്തിൽ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച തർക്കം കൊണ്ടുവരരുത് എന്നതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവർ മുൻകൈയെടുത്ത് ചില ചർച്ചകൾ ഇന്നലെ നടന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.